സുഹൃത്തുക്കളെ, നമ്മുടെ വെഞ്ഞാറമ്മൂട്ടിൽ അടുത്ത കാലത്തെങ്ങും കേരളം കണ്ടിട്ടില്ലാത്ത മാതിരി ഒരു കൊലപാതകം. ഒറ്റയടിക്ക് 6 പേരെ കൊല്ലാനുള്ള ശ്രമം. അതിൽ 5 പേര് മരിച്ചു. ഒരാളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ റീസൺ, അസ്ട്രോളജി അല്ലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള റീസൺ അല്ലെ എം തിയറി, അത് പ്രകാരമുള്ള റീസണിലൂടെ നമ്മൾ നോക്കാം. ആദ്യം കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ 6 മണിക്കും രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണിക്കിടയ്ക്കാണ് ഇത്ര കൊലപാതകം നടത്തിയേക്കുന്നത്. ഏകദേശം പ്രതി 30 കിലോമീറ്ററോളം ബൈക്കിൽ സഞ്ചരിച്ചിട്ട് ഈ ഒരു കൊലപാതകം പ്ലാൻ ചെയ്തിട്ടാണ്. കാരണം പുള്ളി ഈ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, അർഫാന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഇത് വിഷം കഴിച്ചായിട്ടും പിന്നെ മയക്കുമരുന്ന് അടിമയാണ്. പിന്നെ ലത്തീഫിനെ മൽപ്പിടുത്തം നടത്തി 20 പ്രാവശ്യമായിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ലത്തീഫ് ഇരുന്നിടത്ത് തന്നെ സ്വാഭാവിക വെച്ച് കുത്തിക്കൊന്ന് സ്വാഭാവിലിരുന്ന് മരിച്ച് സ്വാഭാവിലിരിക്കുന്ന രീതിയിലാണ് കണ്ടത്. അതേമാതിരി അമ്മയാണേലും കിച്ചണിലാണ് കൊന്നിട്ടിരുന്നത്. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന സഹോദരിയെ കൊന്നു, കാമുകിയെ കൊന്നു. അങ്ങനെ 5 കൊലപാതകം നടത്തി വല്യമ്മയെ. അപ്പം എന്തൊക്കെ കാണിച്ചെന്ന് നോക്കി. അപ്പം ഇത്ര ഒരു അരുംകൊല കേരളത്തിൽ ആദ്യമായിട്ടാണ്. അടുത്ത കാലത്തൊക്കെ പല നമ്മൾ അമേരിക്കയിലും അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്, വെടിവെച്ച് കൊന്നു, അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷെ എന്നിട്ട് ഇത്ര ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ കാരണം പയ്യന് ഭയങ്കര സാമ്പത്തിക ബാധ്യത അർഫാന്. അപ്പം സാമ്പത്തിക ബാധ്യത, മയക്കുമരുന്ന്, അതല്ലാതെ ഇപ്പോൾ ഒരുപാട് മണി ലോണ്ടറിങ്ങിന്റെ പരിപാടിയുണ്ട്, ഒത്തിരി ട്രേഡിങ്, അതേ ഇതെന്ന് പറഞ്ഞ് ഓൺലൈൻ തട്ടിപ്പുണ്ട്. അല്ലെന്നൊരു ഈ റമ്മി മാതിരിയുള്ള കളി, ഏത് സംഭവത്തിലാണ് കുടുങ്ങിയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്ര ആൾക്കാരെ കൊന്നു, 5 പേരെ കൊന്നു. പിന്നെ ഇതുകൂടാതെ ഇവൻ ഈ വെപ്പൺ നമ്മുടെ ചുറ്റിയൊക്കെ വാങ്ങിച്ചേക്കുന്ന അവിടെ ഒരു ഹാർഡ്വെയറിലാണ്. പിന്നെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. സ്വർണം പണയം വെച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു, ഫൈനാൻസുകാർ പറയുന്നു. അപ്പോൾ ഇനിയും ഈ കേസിന്റെ പുറകെ പോയിട്ട് ഇനി അവർ തൂങ്ങണ്ടെന്ന് കണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അർഫാൻ പറയുന്നു ചെയ്തിട്ടുണ്ട്, സ്വർണം വെച്ചിട്ടുണ്ട്, അല്ലെ ഇത് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നു. എന്തായാലും ഇത് സമൂഹത്തിൻ്റെ നല്ലതായിട്ടുള്ളൊരു മെസ്സേജ് അല്ല. കാരണം ഈ വരുന്ന തലമുറ, നമ്മുടെ ചെറു തലമുറയെല്ലാം ഇങ്ങനെയുള്ള ന്യൂസും കെട്ടി മയക്കുമരുന്ന് അടിമയും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ്, അത് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ്. അപ്പം ഇവന്റെ ബായ്ക്ക് വേറെ ആൾക്കാരായിട്ടും സപ്പോർട്ടിനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ പരിശോധിക്കണം. ഇപ്പം പല ആൾക്കാരുമായിട്ട് പൈസ വാങ്ങിച്ചു. പക്ഷേ ഇത്രയും പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അത് ഇത്രയും മയക്കുമരുന്നിന് മാത്രമാണെന്ന് തോന്നുന്നില്ല. വേറെ എന്തൊക്കെയോ കാണും. കാരണം ഈ പയ്യന്റെ അച്ഛനായാലും ഗൾഫിൽ, സൗദിയിൽ 70 ലക്ഷം രൂപ കടമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ കടത്തിന്റെ കാര്യമല്ല. അതിപ്പോൾ പുള്ളി പറയുന്നത് അവിടെ മാത്രമേ കടമുള്ളൂ, നാട്ടിൽ 5 പൈസ കടമില്ല. ചിലപ്പോൾ ബിസിനസ് ചെയ്ത് കടമോ കാര്യമോ അതൊക്കെ ആകും, പുള്ളി വീട്ടുമെടുക്കുകയോ എന്തായാലും ചെയ്യും. പക്ഷേ സബ്ജക്റ്റ് ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരു മനസ്സിത്ര ക്രൂരമായിരിക്കാനുള്ള സാധ്യത എന്താണ്? കാരണം ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചെറിയൊരു സബ്ജക്റ്റ് കൂടെ അതിനകത്ത് പറയേണ്ടി വരും. കാരണം നോക്കിയപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ചില ആൾക്കാർ സ്കോർപ്പിയോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡ് ഭയങ്കര ചിലപ്പോൾ റിവഞ്ച് എടുക്കാനുള്ള സാധ്യതയുള്ള സ്കോർപ്പിയോ ആൾക്കാർ ചിലപ്പോൾ കൊലപാതകം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതേമാതിരി സ്പീസീസ് അവര് ഭയങ്കര സ്വീറ്റാണ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹൃദയം തരും. പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം അവരുടെയൊക്കെ സ്റ്റാറിനകത്ത് ചൊവ്വ നിൽപ്പുണ്ട്. ചൊവ്വ ഒക്കെ വരുമ്പോഴത്തേന് ഇവർക്ക് മൈൻഡ് ഭയങ്കര ഇതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയങ്കര റിവഞ്ച് എടുക്കുന്ന ആൾക്കാരെ കൊല്ലും, അല്ലെ ചാകും. അത്രയും ഒരു ക്യാരക്ടറാണ്. പിന്നെ അതേമാതിരി ലിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. പക്ഷെ ലിബർ എന്ന് പറഞ്ഞാൽ പിണങ്ങിയ ഒരു നീതിയുടെ കൂടെ നിൽക്കുന്നതാണ് ലിബ്രൻസ്. അവര് എന്തേലും ഒരു അനീതിന്ന് കണ്ടു കഴിഞ്ഞാൽ, റിവഞ്ച് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലും തീർത്തു കളയും. അത്രയും ഒരു ക്യാരക്ടറാണ് ലിബ്ര. എടുത്ത് ഞാൻ പറയുകയാണ് ഈ 3 ഇതിന്റെ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതും നടക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് 8ാം ഭാവത്തിലൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. 8 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ എം തിയറി പ്രകാരം 8ാം ഭാവം തീരെ വളരെ മോശമാണ്. 8ന്റെ പണി എന്ന് പറയുന്നത് എവിടെന്നേലും പണി ഒന്നീ വലിയ ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണത്തിന്റെ കാരണങ്ങൾ, അങ്ങനെയുള്ള പല റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം ഇപ്പം ചിലപ്പം ഒരുപാട് പൈസ നഷ്ടപ്പെടാം, ഒരുപാട് പൈസ നേടാം. അപ്പം 2നും യോഗമുണ്ട്. ലോട്ടറി അടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ 8ാം ഭാവത്തിൽ. അപ്പം ഇവിടെ തന്നെ സപ്പോസ് 3 വന്നു കഴിഞ്ഞാൽ ലഗ്നത്തിൽ ഈ ആളിന്റെ പയ്യന്റെ നാളോ ഡേറ്റ് ഓഫ് ബർത്തോ കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, ഒരു മെസ്സേജ് നിങ്ങളിലോട്ട് എത്തണമെന്ന് തോന്നി. കാരണം ഇപ്പം നമ്മൾ അവരുടെ ഇവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ലഗ്നം കിട്ടും. ലഗ്നം ഇപ്പം ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ സപ്പോസ് 8ലാന്ന് വെച്ചു,
അപ്പോൾ ലഗ്നം അല്ല അതിൻ്റെ കൂടെ ചന്ദ്രൻ നിൽക്കുന്ന ലഗ്നത്തിൽ അത് കർക്കിടകത്തിലായിരിക്കും. അല്ലെന്നൊരു ഇപ്പം ജനിക്കുന്ന സമയത്ത് ഇത് ആസ്ട്രോളജി കാലചക്രത്തിന്റെ വെച്ച് നോക്കുമ്പോൾ ഇതിലാണ് കിടക്കുന്നത് കർക്കിടകത്തിൽ. പക്ഷെ എന്നൊരിയിൽ അവന് ജനിക്കുന്നുണ്ടെ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവന് 3 നിൽക്കുന്ന ലഗ്നം അവിടെ ആണെന്ന് വരിയിൽ ഈ 8ലാണ് നിൽക്കുന്നത്, 8 തന്നെ വരുള്ളൂ 3. അപ്പൊ ചന്ദ്രൻ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ പാദത്തില് ഇപ്പൊ ഏത് അവിടെ വ്യാഴം നിന്നു അതിന്റെ കൂടെ അല്ലെന്ന് വരില്ല. അപ്പൊ അവന് ആ ചന്ദ്രന്റെ ദോഷം വന്നു കഴിഞ്ഞാൽ മൈൻഡ് ഡിസ്റ്റർബ് ആവും. മൈൻഡ് പ്രത്യേകിച്ച് 8ാം ഭാവത്തിൽ ചൊവ്വായ ഭരിക്കുന്നത്. ചൊവ്വ ഭരിക്കുക എന്ന് പറഞ്ഞാൽ മൈൻഡിനുമായിട്ട് വലിയ പ്രശ്നമാണ്. ബ്ലഡ് അല്ലെന്നൊരു ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ബ്ലഡ്, അതായത് അതിന്റെ കളർ തന്നെ റെഡാണ്. പിന്നെ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം, പിന്നെ സങ്കടം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അതേപോലെ പെണ്ണുങ്ങളുടെ ലേഡീസിന്റെ മാരേജ് നടത്തുന്ന ഈ ഇത് നോക്കിയാൽ ചൊവ്വാടെ കള്ളി നോക്കിയാണ് അത് ഇതുമായിട്ട് റിലേഷൻ ഇല്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കണം. പിന്നെ ഇത് കൂടാതെ ഇപ്പം 3 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് മെന്റൽ അല്ലെന്ന് വരിക. അപ്പം ആ ഫാമിലിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി ഫുഡ് റിലേറ്റഡ് അല്ലെന്ന് വരിയിൽ 3 നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പം ഫുഡ് റിലേറ്റഡ് ഫുഡ് ദാനം ചെയ്യാതെ പോസിറ്റീവ് ആക്കണമെന്ന് നെഗറ്റീവ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അല്ലെന്നരിയിൽ ഈ കൃഷി അല്ലെന്നൊരു പശുവിനെ പോകത്ത് ഇവർക്ക് ബിസിനസ് ആയാലും ചെയ്യുന്നത് ആഹാര സാധനമായിട്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള യോഗ എന്നും ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം നമ്മളിത് ഇതിന്റെ ഈ കൊലപാതകത്തിന്റെ കാര്യമാണെന്നാലും പറയുന്നതിലും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം സപ്പോസ് ചൊവ്വായും ശനിയും ഇത് 3 കൂടെ ചന്ദ്രനും ചൊവ്വായും ശനിയും കൂടെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇതിന്റെ ഒരു ചാൻസ്. അതിന്റെ കൂടെ പിന്നെ സപ്പോസ് മാന്തി എന്ന് പറഞ്ഞാൽ മാന്തി പ്ലസ് ബുധന്. അപ്പം അങ്ങനെ പ്രശ്നം ഇപ്പൊ മാന്തി പ്ലസ് ബുധൻ വന്നു കഴിഞ്ഞാൽ മന്ദബുദ്ധി ആയിരിക്കും. ഒരു മാന്തി എന്ന് പറഞ്ഞാൽ ഗുളികനാണ്. ബുധനും മാന്തിയും കൂടെ ഒരു കോളത്തിൽ വരുവാണെന്ന് വെച്ചു, അപ്പം മന്ദബുദ്ധി ആയിരിക്കും. അല്ലെന്നേരി മാന്തിയും ചൊവ്വായും കൂടെ വന്നെന്ന് വെച്ചു, അവന് സഹോദര നഷ്ടം എന്ന് പറയുന്നത്, സഹോദര നഷ്ടം. പിന്നെ മാന്തി ഇപ്പം 3ാം ഭാവത്തിൽ നിന്നല്ല, മാന്തി 3ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദുഷ്ടനും അക്രമകാരിയും ശാഠ്യക്കാരനുമായിരിക്കും. ഇപ്പൊ ഇവന്റെ ക്യാരക്ടർ നമുക്ക് വേണമെന്നില്ല അത് കമ്പയർ ചെയ്യാം. മാന്തി 3ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദുഷ്ടനായിരിക്കും, അവന്റെ ചിലപ്പോൾ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും. അതേമാതിരി അക്രമകാരി, അക്രമം കാണിക്കും. ചിലപ്പോൾ ഇങ്ങനെയുള്ള അക്രമം ചെയ്ത് ആൾക്കാരെ കൊല്ലാനും മടിക്കുകയല്ല. പ്രത്യേകിച്ച് ചൊവ്വായും കൂടെ ഈ മാന്തിയുടെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇത് 3ാം ഭാവത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ സാധ്യതയാണ്. അതേമാതിരി മാന്തി 6 നിന്ന് കഴിഞ്ഞാൽ ഇത് ഇവരുടെ ബന്ധുക്കളുമായിട്ട് വെറുതെ വഴക്കിടുക, പിന്നെ ഇടുങ്ങിയ ചിന്താഗതി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇത് ഈ മാന്തി തന്നെ 7 നിന്ന കുടുംബവുമായിട്ടുള്ള സംഘർഷം, അത് ഇവന്റെ സാധ്യത ഉണ്ടായി. മാന്തി 7 നിന്ന് കഴിഞ്ഞാൽ കുടുംബമായിട്ടുള്ള സംഘർഷം, ഭാര്യ കവട അല്ലെന്നൊരു ഭാര്യയെ ഉപദ്രവിക്കുക, പിന്നെ വളരെ വികാരാധീനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമോഷണൽ സിറ്റുവേഷനിലായിരിക്കും ഇത് ചെയ്തത്. ചിലപ്പം ഇവൻ മയക്കുമരുന്നിനോ കാര്യത്തിനോ ഒക്കെ അടിമയോ ഒക്കെ സമ്മതിച്ചു. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ഈ പറയുന്ന ഇതിന്റെ തിയറി പ്രകാരമുള്ള ഇതിന്റെ കാണാപ്പുറങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളോട് പരിശോധിക്കണം. അത് പറയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച്. കാരണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഇത് സബ്ജക്റ്റ്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ ആരും കേട്ടിട്ടില്ല. 6 പേര് 5 പേര് തീർന്നു, 6ാമത്തെ ഹോസ്പിറ്റലാണ്, അറിഞ്ഞുകൂടാ. അപ്പം ഇപ്പം ഹോസ്പിറ്റലിൽ പറഞ്ഞത് 6 പേരെ കൊന്നെന്നാണ്. അപ്പം വെഞ്ഞാറമൂട്ടിലെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അതിദാരുണമാണ്. കുട്ടി സ്വന്തം സിസ്റ്റർ സ്കൂളിൽ നിന്ന് വന്നിട്ട് അതിനെ കൊന്നു. അതെന്ത് ചെയ്തു? അപ്പം പിന്നെ ഈ മയക്കുമരുന്നിന്റെ അഡിക്ഷനും ഇതും. പക്ഷെ ഈ ഒരു ഇപ്പൊ പറഞ്ഞ ഈ ഇങ്ങനെ തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാന്തിയുടെ ദോഷവും അല്ലെന്നേരി ചൊവ്വാഗ്രഹത്തിന്റെയോ അല്ലെന്നേരിയിലെ 3 എന്ന് പറഞ്ഞാൽ മെന്റൽ ഡിസീസും ഒക്കെ വരാൻ അതിന്റെ ചില വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ചില ഫാമിലിയിൽ ആരെങ്കിലും കൊലപാതകം വന്നു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കൊലപാതകം വന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം കണ്ടിന്യൂസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെന്ന് ഇവരെ ആ ഫാമിലിയിൽ ആരെങ്കിലും വേറെ കൊലപാതകം ചെയ്തായിരിക്കും. അതേമാതിരി ചില ഫാമിലിയിൽ കള്ളന്മാരുണ്ടെന്നിട്ട് അത് കണ്ടിന്യൂസ് അടുത്ത തലമുറ കുറെ പിന്നെയും കള്ളന്മാർ കാണും. അതേമാതിരി സെയിം ഇത് ഇപ്പം ചില ഫാമിലി ദുർമരണം നടക്കുന്ന ഫാമിലിയിൽ പിന്നെയും ദുർമരണം നടക്കുന്ന അങ്ങനെയുള്ള ചില ഫാമിലി. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മദോഷം. അതിപ്പോൾ ചില ബ്ലേഡ് കമ്പനിക്കാരുടെ വീട്ടിൽ ആൾക്കാർ ചത്തുപോവുകയും എടുക്കുകയും ചെയ്യുന്ന ആക്സിഡന്റൽ ഡെത്ത് കാര്യങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശാപം അല്ലെന്നൊരു കഴിഞ്ഞ കാല ജന്മത്തിൽ ചെയ്തിട്ടുള്ള ശാപത്തിന്റെ ഫല. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ നമ്മുടെ അടുത്ത ജന്മത്തിലോട്ട് പാസ് ചെയ്യും. പാസ്റ്റ് ലൈഫിലെ കർമ്മ ആണ്
അടുത്ത ലൈഫിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ചില ഇതിനകത്ത് ഇപ്പം മേടത്തിൽ ഇടവത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ലഗ്നം ഇരുന്ന് കഴിഞ്ഞാൽ അവർ വേറെ ആൾക്കാർക്ക് ഒന്നും ഉപകാരമില്ല, അവരുടെ ജീവിതം കൊണ്ട് അവനവന് ഉപയോഗമില്ല. അല്ലെന്നൊരിൽ പുണ്യം ചെയ്യാൻ വേണ്ടി ഇടവത്തിലിരുന്ന് കഴിഞ്ഞാൽ പുണ്യം ചെയ്യാൻ വേണ്ടിയാണ് അവൻ്റെ ജനനം. അങ്ങനെ അപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ചെയ്തിരുന്നതോ ആ കർമ്മത്തിൻ്റെയോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ജന്മം കിട്ടുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പം അത് തന്നെയല്ല ഇപ്പം കൈയുടെ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു പിക്ചർ കയ്യിലായ പോലും ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഈ കൈ ആയാലും ഇപ്പം ഈ കാരണം എനിക്കിതുമായിട്ടെല്ലാം കൊച്ചിലെ മുതൽ ഭയങ്കര മീൻസ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് എൻ്റെ എല്ലാം ഒരുപാട് ബുക്കുകളും കാര്യമാണ്. ഞാൻ ഒരുപാട് പഠിക്കുമായിരുന്നു കൊച്ചിലെ മുതൽ. പ്രത്യേകിച്ച് പാദശ്രീ ന്യൂമറോളജി ബേസ് റീഡിങ്, ഈ ഹിപ്നോട്ടിസം, മെസ്മറിസം, ബ്ലാക്ക് മാജിക്ക്, അല്ലാനുള്ള മാജിക്ക്, അങ്ങനെ മന്ത്രതന്ത്രങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എൻ്റെ ചില ആൾക്കാരുടെ ആ ഒരു വരുന്ന ഇപ്പം തന്നെ ഇത് ഓരോ ആൾക്കാർ ഇപ്പോൾ ജ്യോതിഷം ബുധൻ നിൽക്കുകയെന്ന ലഗ്നത്തിൽ എൻ്റെ ലഗ്നത്തിൽ ബുധനാണ്. ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ആ ബുധൻ എന്ന് പറഞ്ഞാൽ നോളജുമായിട്ടും അല്ല ബുധൻ നിന്ന് കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ എനിക്ക് സ്കിൻ ഡിസീസ് ഒന്നും ഇല്ല, കാരണം പോസിറ്റീവാണ്. അല്ലെന്നൊരു എന്തെങ്കിലും പ്രശ്നം ബുധനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാട്സപ്പ് ഈ അല്ലെന്നൊരു ഇപ്പോൾ എന്താ നമ്മുടെ യൂട്യൂബ് ചെയ്യാന്നും ബുധൻ്റെ കർമ്മത്തെ പറയുന്നത്. ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലെന്നൊരു കമ്പ്യൂട്ടർ ഇതെല്ലാമായിട്ട് ഞാൻ ബന്ധമുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഗ്രഹവും നമുക്ക് എഗനിസ്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളത് പോസിറ്റീവ് ആക്കണമെന്നൊരു കള്ള ജ്യോതിഷന്മാരുണ്ട്. ഒറ്റ ഒരുത്തിന് പൈസ കൊടുക്കല്ലേ. പൈസ കൊടുത്തിട്ടൊന്നും അമ്മാരുടെ കാര്യം അറിയത്തില്ല. കാരണം അങ്ങനെയൊന്നും ഒരാൾക്കും കൊണ്ട് പൈസ കൊടുക്കണം. നിങ്ങൾ അധ്വാനിച്ച പൈസ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾ അല്ലെന്നൊരു പാവങ്ങൾക്ക് ദാനം കൊടുക്കുക, അല്ല ഒരാൾക്ക് പൈസ ഒന്നും കൊടുക്കാൻ നിൽക്കല്ല. അതുകൊണ്ട് അവരുടെ കർമ്മം വേറൊരാൾക്ക് മാറ്റാനുള്ള നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇതിനെല്ലാം പ്രതിവിധിയുണ്ട്. എല്ലാ കർമ്മത്തിനും ബുധന് ദോഷം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അല്ലെന്നേരിൽ ഓരോ ഗുരുവിനാണെന്നൊരു കുട്ടികളെ പഠിപ്പിക്കുക, എടുക്കുക, അല്ലെന്നേരി അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതേമാതിരി ഇതിന് ഓരോരുത്തരും കർമ്മം പറയുന്നത്. നമ്മുടെ കർമ്മം നമ്മളെ ഓരോ ഭൂമിയിൽ നമ്മൾ എവർ ക്രിയേഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ ക്രിയേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഭൂമിയിൽ ഓരോ ആൾക്കാരും ജനിക്കുമ്പോൾ നമ്മളത് ഭൂമിയിൽ പിറവിയെടുത്തത് ഒരു ലക്ഷ്യത്തിനോട് ഒരു കാരണസാഫല്യം അത് ചെയ്യാതെ നമ്മൾ ഒളിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ പിന്നെ നമ്മുടെ ആ കർമ്മം നിറവേറ്റിയില്ലെന്ന് വരി അത് ചെയ്യാനായിട്ടാണ് നമ്മളെ അടുത്ത അതേ ജന്മത്തിൽ ഇങ്ങനെ സൃഷ്ടിക്കും. അപ്പോൾ അങ്ങനെയാണ് MTR പ്രകാരം പറയുന്നത്. അപ്പം നമ്മൾ ഓരോ സംഭവങ്ങളും കാര്യത്തിലോട്ട് അടുത്തത് ചെയ്യണം. പിന്നെ ഈ MTR കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉണ്ടെന്ന് വരെ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെയുള്ള താല്പര്യം ഉണ്ടെന്ന് ഇതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു 2 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ താല്പര്യം ഉണ്ടെന്ന് ഇത് ജോയിൻ ചെയ്യാം. ഫീസോ കാര്യങ്ങളൊക്കെ അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ജോയിൻ ചെയ്തിരുന്നാൽ മതി. അപ്പം ഇത് ജസ്റ്റ് ഇൻഫോം ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടംപോലെ വീഡിയോ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള താല്പര്യം ഉണ്ടെന്നൊരു കാരണം ആസ്ട്രോളജി അല്ലെങ്കിൽ ഇത് MTR റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് വരുന്നുണ്ട്. ആർക്കെങ്കിലും കാണണമെന്നില്ല സബ്സ്ക്രൈബ് ചെയ്താൽ കാണാം. അതേമാതിരി നോക്കി പിന്നെ അത് ഞാൻ ഒരു കൈ കൊടുക്കുന്നുണ്ട്. ഒരു ഹസ്തരേഖ പ്രകാരം ഒരു കൈ. ഈ ഒരു സിമ്പല് അതായത് താഴെ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ലൈന് ഇവിടെ ഇല്ലാതെ ഇവിടെ 2 ലൈൻ. അത് ഞാൻ ഡ്രോയിങ്ങിനകത്ത് തന്നെ ഇവിടെ തന്നെ കൊടുക്കും. 2 ലൈൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ കൊലപാതകത്തിന്റെ ഇങ്ങനെയുള്ള ചെയ്യാനുള്ള കൈ. അതേമാതിരി കൈയുടെ ഈ വിരലുകൾ മെലിഞ്ഞ് എലുമ്പിച്ചിരിക്കുന്നത് അത് കെയ്റോയുടെ ബുക്ക്, ഡോക്ടർ കെയ്റോയുടെ ബുക്കിനകത്ത് കറക്റ്റായിട്ട് ഓരോ ഇതുണ്ട്. നിങ്ങൾ അപ്പം യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് കെയ്റോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ കെയ്റോ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൈയൊക്കെ പരിശോധിച്ചെടുത്തിട്ട് ആണ് ഇത് അനലൈസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് നോക്കുക. ഒരു ശാസ്ത്രം ഒരിക്കലും ശാസ്ത്രമല്ല. ഈ ലോകത്ത് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. ഈ ചില ആൾക്കാർ വയറ്റിപ്പഴപ്പിന് വേണ്ടി ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നു. കാരണം ഇപ്പോൾ ജ്യോതിശാസ്ത്രം പോലും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ പല ഗ്രഹങ്ങളും ഈ മോഡേൺ മാന നിരീക്ഷണം കാര്യമൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഇത്ര ഗ്രഹങ്ങളുള്ളതും അതും ഇതും എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓരോന്ന് ഇപ്പോൾ മായം കലണ്ടറിനകത്ത് തന്നെ മായ സംസ്കാരത്തിനകത്തൊക്കെ 2012 എൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് യുഗപ്പിറവി മുരുകന്റെ യുഗമാണിത്. ഇപ്പോഴത്തെ കാർത്തികൻ അല്ലെങ്കിൽ കാർത്തിക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കാർത്തിക നക്ഷത്രത്തിന്റെ സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മോഡേൺ ലൈഫും ഫാസ്റ്റ് അല്ലെന്ന രീതിയിൽ ഇത് രാഹുവുമായിട്ട് ബന്ധപ്പെട്ട രാഹുവിന്റെ കർമ്മയാണ്. രാഹു എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സ്പീഡെന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്ക് കാരണം ഇപ്പോൾ AI ടെക്നോളജി ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
രാഹുവുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ മുരുകന്റെ യുഗമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് വേറെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫാസ്റ്റ് ലൈഫ് കാര്യങ്ങൾ ചേഞ്ചസ് അതായത് ഒരു 15 വർഷത്തിനിടയ്ക്ക് ഒത്തിരി ചേഞ്ചസ് ചിലപ്പോൾ മനുഷ്യന്റെ തന്നെ ആവശ്യമില്ലാത്ത തന്നെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇത് ഇലോൺ മസ്കിന്റെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇത് ഒരുപാട് എന്താ പറയുക നമ്മുടെ ഇവര് റോബോട്ടുകൾ കാര്യങ്ങൾ ചെയ്യും, മലമാരി ഇത് നമ്മുടെ ഇത് നേഴ്സിന് നമ്മുടെ ഇത് ചിപ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് എൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതും പിന്നെ AI ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നിങ്ങളായാലും നിങ്ങൾക്ക് യൂട്യൂബോ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമാണെന്ന് വരി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ആക്ടിവിറ്റി എൻഗേജിങ് അലൈൻ ടു യുവർ മിഷൻ എന്ന് പറഞ്ഞ മാതിരി നമ്മളെ ഓരോ സൃഷ്ടിക്കപ്പെട്ടേക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ജീവിതം ഇങ്ങനെ ചുമ്മാതെയല്ല. എനിക്കായാലും അറിയുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലാണ് 5 വർഷം മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു. 1 വർഷം മുമ്പ് കുറച്ചൊന്ന് ചെയ്തു, ശകലം വീഡിയോ എന്താ ചെയ്തു, പിന്നെ ഞാൻ ഇപ്പം പിന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് എൻ്റെ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ എനിക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ. അപ്പം എൻ്റെ ഒരു പാഷൻ ഇപ്പം തന്നെ MG Jerryയുടെ കാര്യം പറഞ്ഞു, അതും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എൻ്റെ ആ ഒരു പാഷൻ അല്ലെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം ഇതാണ്. അപ്പം ഇപ്പം ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ പറയാനുള്ള കാരണം. അപ്പം നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടമായ നിലയിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോ ഇതുമായിട്ട് ഇപ്പം ഈ മാന്തിയുടെ തന്നെ ഇപ്പം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ, അതിൻ്റെ ലിങ്ക് വേണം ഇതിനകത്ത് കൊടുത്തേക്കാം മാന്തിയുടെ. അപ്പോൾ ആ മാന്തിയുടെ സാധാരണ ഇപ്പോൾ ചിലപ്പോൾ എല്ലായിടത്തും അത് പഠിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ മാന്തിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിക്കോ. മാന്തി ഒരു 12 ഭാവങ്ങളിലും മാന്തിയുടെ സ്വഭാവങ്ങളും അല്ലെങ്കിൽ ഓരോ ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അല്ലെന്നൊരു ഈ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ മാന്തി ഓരോ ഗ്രഹത്തിൽ ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊരു കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ MG Jerryയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട്. കാരണം അസ്ട്രോളജി മാതിരിയല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു 100% അനലൈസ് ചെയ്ത് കാര്യങ്ങൾ അക്യുറേറ്റ് ആയിട്ട്. പിന്നെ എൻ്റെ സ്റ്റാറിൻ്റെ ഒരുപാട് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ബിസി ആയിരുന്നതുകൊണ്ട് ചില സംഗതി ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റാറിൻ്റെ കാര്യങ്ങൾ രോഹിണിയൊക്കെ ചെയ്തേക്കുന്ന ഓൾറെഡി 4 ദിവസം 5 ദിവസം ആയപ്പോഴത്തേന് അതിന് 35,000 കൂടുതൽ വ്യൂ ആയി കഴിഞ്ഞു. അപ്പോൾ കാരണം സബ്സ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ റീസെൻ്റ്ലി ചെയ്ത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല അതിൻ്റെ കമൻറ്റ് നിങ്ങൾ വായിച്ചു നോക്ക്. ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഓരോന്നും പറയുന്നത് നിങ്ങൾ രോഹിണിക്കാരാണ് കമ്പൾസറി ആയിട്ട് കണ്ടു ചെയ്യാൻ അതേമാതിരി ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ 5-6 എണ്ണം ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാനെന്നാ അവിടെ ഇവിടെ ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്ത് A to Z കാര്യങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് ഓരോ കാര്യങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.